കൊല്ലത്ത് 19 വയസ്സുള്ള യുവാവിനെ പെൺസുഹൃത്തിന്റെ അച്ഛൻ കുത്തിക്കൊന്നത് ദുരഭിമാന കൊലയെന്ന് കുടുംബം. ഇരവിപുരം സ്വദേശിയായ അരുണിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയാണ് കൊലപ്പെടുത്തിയതെന്നും അരുണിന്റെ ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ പ്രതി പ്രസാദിനെ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആദ്യം 2 പ്രാവശ്യം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ഫസ്റ്റ് ടൈം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നടക്കത്തില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പം നമ്മളൊരാളിനെ റെസ്പെക്റ്റ് കൊടുക്കും. ഞാൻ ചോദിച്ചാൽ എന്താണ് സാർ കാര്യമെന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളല്ല, ക്രിസ്ത്യൻസാണ്, ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ്, ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുപാട് പേര് വിവാഹം ചെയ്ത് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ ജീവിക്കാതെ പോകുന്നുണ്ട്. അവൾ ജീവിച്ച് വളർന്ന് പഠിച്ച് ഏത് മതമാണോ വിശ്വസിച്ച് അതിൽ പോയിക്കോട്ടെ, നമുക്ക് ജാതി മാറണമെന്നൊന്നുമില്ല, അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോയത്. അങ്ങനെ അയാൾക്ക് അന്നേ തർക്കം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം 8-ാം ക്ലാസ് മുതൽ ഇപ്പോൾ കുട്ടിക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18ാമത്തെ വയസ്സാണ്, അന്ന് തർക്കിക്കാമായിരുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വം അതല്ലേ, ദുരഭിമാനക്കൊല എന്നല്ലാതെ പിന്നെ എന്താണ് ഇതിന് പറയേണ്ടത്? ഇരവിപുരം സ്വദേശികളായ 18 വയസ്സുള്ള പെൺകുട്ടിയും 19-കാരനായ അരുണും തമ്മിലുള്ള പ്രണയം പെൺകുട്ടിയുടെ അച്ഛൻ പ്രസാദ് മുമ്പും എതിർത്തിരുന്നു. കുരിപ്പുഴ ഇരട്ടക്കടയിലെ പ്രസാദിന്റെ ബന്ധുവീട്ടിലെത്തിയ അരുണിനെ പെൺകുട്ടിയുടെ മുന്നിലിട്ടാണ് പ്രസാദ് കുത്തിയത്. അരുണിനെ പ്രസാദ് വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയെന്ന് അരുണിന്റെ വീട്ടുകാർ പറയുന്നു. അരുണിനൊപ്പം ഉണ്ടായിരുന്ന ആൾറിനെയും പ്രതി പ്രസാദ് കൊല്ലാൻ ശ്രമിച്ചു. കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പം കത്തി വെച്ച കൈ ഞാൻ പിടിച്ച് ബാക്കിലോട്ടാക്കി. അപ്പോൾ അത് വെച്ച് എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. അരുണിനെ അന്വേഷിച്ച് പ്രതി പ്രസാദ് ഇന്നലെ വൈകിട്ട് അരുണിൻ്റെ വീട്ടിലെത്തിയതായി അരുണിൻ്റെ അച്ഛനും സഹോദരനും പറഞ്ഞു. ഇന്നലെ ഇവന് പലപ്പോഴായിട്ട് ഞങ്ങൾ ആദ്യം താമസിച്ച വാടക വീട്ടിൽ നിന്ന് വന്ന് ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നും ഒന്നും മിണ്ടിയിട്ടില്ല. അന്ന് അവരെ കൂട്ടുകാരൊക്കെ തന്നെ വന്ന് പിടിച്ചു മാറ്റിയൊക്കെ വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്നലെ ഇവൻ വീട്ടിൽ വന്ന് ഞാൻ ചിന്നക്കട കിടന്ന ഓട്ടോ ഓടുന്നത്. ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഇവൻ വൈഫിൻ്റെ അടുത്തും മോളുടെ അടുത്തും കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അരുൺ എന്തെന്ന് ചോദിച്ചിരുന്നു. അന്നേരം അവർ പറഞ്ഞ് അരുണില്ല. അന്നേരം അവൻ പറഞ്ഞ് എൻ്റെ മുമ്പ് അവനെ എൻ്റെ മുമ്പ് കിട്ടിയാൽ മതി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് പോയെന്ന്. വൈകിട്ടൊരു 5-5:30 അടുപ്പിച്ച് വന്നിരുന്നു വീട്ടിൽ. എന്നെ അനിയനെയും പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, എവിടെയെങ്കിലും വെച്ച് കിട്ടിയ കൊന്നാളെന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞാണ് കുറച്ച് അറിയുന്നവനെ കുത്തിയെന്നൊക്കെ. പ്രായപൂർത്തിയാകും മുമ്പ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും പ്രസാദിന്റെ ഭീഷണിയും ഉൾപ്പെടെ നിരവധി പരാതികൾ വന്നപ്പോൾ ഇരവിപുരം പോലീസ് പല പ്രാവശ്യം സംഭവത്തിൽ ഇടപെട്ടു. വിദേശത്ത് ജോലിക്ക് പോയ അരുണിനെ മടങ്ങി വന്നില്ലെങ്കിൽ തന്റെ ജീവൻ അവസാനിപ്പിക്കുമെന്ന് പെൺകുട്ടി പലവട്ടം ഫോണിലൂടെ സന്ദേശം അയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അങ്ങനെയാണ് അരുൺ കഴിഞ്ഞ മാസം നാട്ടിലെത്തിയത്. കൊലപാതകത്തിന് ശേഷം ശക്തികുളങ്ങര പോലീസിൽ പ്രതി പ്രസാദ് കീഴടങ്ങുകയായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.